ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ പാർലമെന്റിൽ DMK പ്രതിഷേധം. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച ചെയ്യും. സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട് ലോകം അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യയിലെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ പാർലമെന്റിൽ DMK പ്രതിഷേധം. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചു. മണ്ഡല പുനർനിർണയത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ പതിച്ച ടീഷർട്ട് ധരിച്ചാണ് DMK MPമാർ ഇന്ന് പാർലമെന്റിലെത്തിയത്. ഇത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന ചട്ടവിരുദ്ധമായ നടപടിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. അംഗങ്ങളോട് സഭയുടെ പുറത്തുപോകാൻ സ്പീക്കർ ആവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. രാജ്യസഭയിലും പ്രതിഷേധത്തെ തുടർന്ന് സമ്മേളനം ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ അറിയിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ പരാജയം മറയ്ക്കാനാണ് DMK അംഗങ്ങൾ മണ്ഡല പുനർനിർണയ വിഷയം തുടർച്ചയായി പാർലമെന്റിൽ ഉന്നയിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ദക്ഷിണേന്ത്യയിൽ ഒരുവിധ അനീതിയും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്നും മണ്ഡല പുനർനിർണയം ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷം നടക്കുന്നതാണെന്നും മന്ത്രി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. सेंसस के बाद डिलिमिटेशन का कानून के लिए पार्लियामेंट में आएगा और ऑनरेबल होम मिनिस्टर विथ ऑल रिस्पांसिबिलिटी एंड सेंसिटिवनेस ही हैज टोल्ड वी विल नॉट अलाउ एनीथिंग इनजस्टिस टू हैपन फॉर द सदर्न इंडिया. മണ്ഡല പുനർനിർണയം ന്യായമായ രീതിയിൽ നടക്കണമെന്നാണ് DMK ആവശ്യപ്പെടുന്നതെന്ന് കനിമൊഴി MP പറഞ്ഞു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താൽപര്യത്തിനു വിരുദ്ധമായ രീതിയിലാണ് കേന്ദ്രം മണ്ഡല പുനർനിർണയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും MP പ്രതികരിച്ചു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിമാസ വേതനം 21,000 രൂപയാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു. ആശാപ്രവർത്തകരെ പോലെ അംഗൻവാടി ജീവനക്കാരെയും സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നതായി ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA നജീബ് കാന്തപുരം കുറ്റപ്പെടുത്തി. അംഗൻവാടി ജീവനക്കാരുടെ ജോലിഭാരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ വലിയ വർധന ഉണ്ടായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വേതന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് അംഗൻവാടി തൊഴിലാളി സംഘടനകളുമായി ചർച്ചകൾ നടത്തിയിരുന്നതായി മന്ത്രി P. രാജീവ് മറുപടി നൽകി. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഓണറേറിയം 2,700 രൂപ മാത്രമാണെങ്കിലും അംഗൻവാടി വർക്കർമാർക്ക് 12,500 മുതൽ 13,000 രൂപ വരെയും ഹെൽപ്പർമാർക്ക് 8,500 മുതൽ 9,000 വരെയും ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ മറ്റ് ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നതായി മന്ത്രി K. രാജൻ. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി നിയമനിർമ്മാണം പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ആശാപ്രവർത്തകരുടെ വിഷയം ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി മന്ത്രി വീണ ജോർജ് ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിഷയത്തിൽ നിർണായക തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി വീണ ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിൽ നടക്കുന്ന ഉദ്യം ഉത്സവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുക ലക്ഷ്യമിട്ട് കേന്ദ്ര MSME മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കരകൌശല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംരംഭകർക്കുമായി 7 പവലിയനുകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്യം ഉത്സവ് ഈ മാസം 30 വരെ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ലോകം അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10ാമത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരി വികസ്വര രാജ്യങ്ങളെ ശക്തമായി ബാധിച്ചതായും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെ ഇത് മന്ദഗതിയിലാക്കിയെന്നും മന്ത്രി പറഞ്ഞു. Implications of the Ukraine conflict for food, fuel and fertilizer security have been additional stress points. Even otherwise, the global economy was witnessing pressures of unviable debt, deteriorating terms of trade and hard currency shortages. The cost of borrowing, particularly for developing countries, has been exorbitant. Clearly, there is a need to de-risk the global economy from the dangers of over-concentration in any single geography. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുകയാണെന്ന് റിസർവ് ബാങ്കിന്റെ പ്രതിമാസ ബുള്ളറ്റിൻ. വർദ്ധിച്ചുവരുന്ന വ്യാപാര സംഘർഷങ്ങളും തീരുവ തർക്കങ്ങളും ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയാണ്. എന്നാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെട്ട നിലയിലാണെന്നും പണപ്പെരുപ്പം 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.6%-ലെത്തിയതായും RBI വ്യക്തമാക്കി. കിസാൻ മസ്ദൂർ മോർച്ചയുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും നേതൃത്വത്തിൽ കർഷകർ ഇന്ന് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കും. ശംഭു, ഖനൌരി അതിർത്തികളിൽ നിന്ന് സമരം ചെയ്യുന്ന കർഷകരെ പോലീസ് നടപടിയിലൂടെ നീക്കിയതും കർഷക സംഘടനാ നേതാക്കളായ സർവൻ സിംഗ് പാന്ധറെയും ജഗ്ജിത് സിംഗ് ദലേവാളിനെയും കസ്റ്റഡിയിലെടുത്തതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഉപവാസ സമരവും പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പഞ്ചാബിലെ സംഗ്രൂർ, പട്യാല ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനം നിർത്തിവച്ചിരിക്കുകയാണ്. പാഴ്സി മതവിഭാഗം ഇന്ന് നവ്റോസ് നവവത്സരം ആഘോഷിക്കുന്നു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവം എന്നതിനുപരി മനസ്താപത്തിന്റെ ദിനമായി കൂടിയാണ് നവ്റോസിനെ കണക്കാക്കുന്നത്. നവ്റോസ് ദിനത്തിൽ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. PM ഇന്റേൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയ നിവാരണത്തിനായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. എല്ലാ ആഴ്ചയിലും ഇത്തരം ഓപ്പൺ ഹൌസുകൾ സംഘടിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഒരു ജവാനും വീരമൃത്യു വരിച്ചു. ബിജാപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലുള്ള വനമേഖലയിലായിരുന്നു ഓപ്പറേഷൻ. ജമ്മുവിൽ 12 മേഖലകളിൽ തിരച്ചിൽ നടത്തി ദേശീയ അന്വേഷണ ഏജൻസി. ലഷ്കർ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരുടെ വീടുകളിലായിരുന്നു തിരച്ചിൽ. അതിർത്തി കടന്ന് ഭീകരർ നുഴഞ്ഞുകയറിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പഞ്ചാബ് നിയമസഭയിൽ ഇനി മുതൽ ആംഗ്യഭാഷാ സേവനങ്ങൾ ലഭ്യമാക്കും. സഭാ നടപടിക്രമങ്ങൾ ബധിരരും മൂകരുമായവർക്ക് മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് ഈ ചുവടുവയ്പ്. കർഷകക്ഷേമം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൌധരി. ഇതിനായി PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും മന്ത്രി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശംഭു, ഖനൌരി അതിർത്തിയിൽ നിന്നും കർഷകരെ ഒഴിപ്പിച്ച നടപടിയിൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും അദ്ദേഹം വിമർശിച്ചു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. 3 വേദികളിലായി നടക്കുന്ന 6 മത്സര ഇനങ്ങളിൽ 1300-ലേറെ പാരാ അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. പാരാ ബാഡ്മിന്റൺ മത്സരങ്ങൾ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. അത്ലറ്റിക്സ്, ഷൂട്ടിംഗ് മത്സരങ്ങൾ നാളെ നടക്കും. അമ്പെയ്ത്ത് മറ്റന്നാളും ഭാരോദ്വഹനം ഞായറാഴ്ചയും പാരാ ടേബിൾ ടെന്നീസ് 25-നുമാണ് നടക്കുക. ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റ് കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. ഈ മാസം 9-ന് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 602 പോയിന്റ് ഉയർന്ന് 76,051-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 199 പോയിന്റ് ഉയർന്ന് 23,107-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ പാർലമെന്റിൽ DMK പ്രതിഷേധം. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചു. അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച ചെയ്യും. സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട് ലോകം അനിശ്ചിതത്വം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.